ത്രിയേക ദൈവത്തിന് സ്തുതി. ഉണർവ് 2025 മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ നമ്മളിന്ന് ആയിരിക്കുന്നത് മുതുകാടൻ വീട്ടിലാണ്. അവിടെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട മറിയാമ്മ പൈലി എന്ന പ്രിയപ്പെട്ട മാതാവിനോട് ചേർന്നാണ്. അപ്പൊ നമസ്കാരം. അപ്പോ എൻ്റെ ആദ്യത്തെ ചോദ്യം നമ്മുടെ ചെറുപ്പകാലത്തെ കുറിച്ചാണ്. നമ്മുടെ അമ്മച്ചിയുടെ വീട് എവിടെയായിരുന്നു? വീട്ടില് അപ്പച്ചന്റെ അമ്മച്ചിയുടെ പേര് അതൊക്കെ ഒന്ന് പറയാമോ? അപ്പച്ചന്റെ പേര് ഇത്താപ്പിരി. അമ്മയുടെ പേര് അച്ഛ. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 5 പേര്. 5 പേരായിരുന്നു. കല്യാണം കഴിച്ച് ഇങ്ങ് കൊണ്ടുവന്നു, മുതുകാടൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ അപ്പച്ചന്റെ പേരൊന്ന് പറയാമോ? അപ്പച്ചന്റെ പേര് ഉലഹന്നെ. അമ്മയുടെ പേര് മറിയാമ്മ. മക്കൾ എത്ര പേരുണ്ട് ഇവിടെ? മക്കൾ 9 പേരായിരുന്നു. 9 പേരായിരുന്നു. അപ്പൊ അവര് എല്ലാവരും ഇവിടുന്ന് ഈ പറമ്പിന്ന് എല്ലാവരും വേറെ തിരിഞ്ഞൊക്കെ പോയി. അപ്പൊ ഞങ്ങൾ 9 മക്കളിലേക്ക് ഏറ്റവും മൂത്ത മകൻ കെട്ടിക്കൊണ്ടുവന്നതാണ് എന്നെ കെട്ടിക്കൊണ്ടുവന്നത്. ഞാൻ മാത്രമേ ഈ പറമ്പിലുള്ളൂ. ഞാനും എൻ്റെ മക്കൾ മാത്രമേ ഈ പറമ്പിലുള്ളൂ. ഭർത്താവ് മരിച്ചുപോയി. അപ്പൊ ഞങ്ങൾ പറമ്പിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ള അന്യന്മാര് ഒക്കെ വിറ്റ് പറക്കി പോയി ഇവിടുന്ന്. അമ്മച്ചിക്ക് മക്കൾ എത്ര പേരാ? എനിക്ക് 4 മക്കള്. 4 മക്കൾ, 2 ആണും 2 പെണ്ണും. ഇനി കൃഷിപ്പണിയായിരുന്നു നമുക്ക്? എനിക്ക് കൃഷിപ്പണിയായിരുന്നു. അപ്പച്ചനും കൃഷിപ്പണി? അതെ അതെ, 2 പേർക്കും കൃഷിപ്പണിയും പണിയായിട്ടാണ് നടന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇങ്ങനെ വന്നു, നമ്മള് ചെറുപ്പകാലത്ത് ഇങ്ങോട്ട് കല്യാണം കഴിച്ചു പോന്നു. മക്കൾ എത്ര പേര്? 4 മക്കളൊക്കെ ആയി. ഇപ്പൊ ഈ ഒരു പ്രായത്തില് ആയിരിക്കും 94 വയസ്സ്. 94 വയസ്സ് വരെ ആയിരിക്കുമ്പോ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഇതുവരെയുള്ള ഈ അത്രയും വർഷത്തിന്റെ ഇടയ്ക്ക് 94 വയസ്സിന്റെ ഇടയിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ടോ? മനസ്സിൽ അങ്ങനെ ഉള്ള അന്നത്തെ കാലാവസ്ഥ വളരെ മോശമാണ്. അതെല്ലാവർക്കും അറിയാലോ. വളരെ മോശമുള്ള കാലാവസ്ഥയായിരുന്നു. പിന്നെ 5 നാത്തൂന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരെയും കെട്ടിച്ചു വിട്ടു. 3 അനിയന്മാരുണ്ട്. അവരുടെ കല്യാണങ്ങൾ കഴിഞ്ഞ് അവരൊക്കെ വേർതിരിഞ്ഞൊക്കെ ഇപ്പൊ കരോട്ട് കാണുന്ന പാറ്റൊക്കെ ഈ പറമ്പിലായിരുന്നു. അവരൊക്കെ ഓരോ വീതം വന്നപ്പോ അവരൊക്കെ വിറ്റുകൊണ്ട് ഓരോ രാജ്യത്തേക്ക്. ഒരനിയൻ വേങ്ങൂർക്ക് പോയി. ഒരനിയൻ ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്. തൊട്ടടുത്തല്ല, ഇച്ചിരി അകലെയാന്ന് മാത്രം. ഒരനിയൻ ഇവിടുന്ന് വേറെയും പോയിട്ട്. അങ്ങനെ ആകെ സന്തോഷകരമായിട്ട് തന്നെ പോകുന്നു. ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക്, ഈ 94 വയസ്സിന്റെ ഇടയ്ക്ക് നമുക്ക് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ ഉണ്ടായി. അങ്ങനെ മാറി മാറി പോവല്ലേ. അത് നമ്മുടെ മനസ്സിൽ അങ്ങനെ വെച്ചോണ്ടിരിക്കണില്ല. ഇല്ല, സന്തോഷം, നല്ല കാര്യങ്ങൾ. നമ്മുടെ പള്ളീനെ കുറിച്ച്, തോപ്പിൽ പള്ളിന്ന് നമ്മൾ ഒരു പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ, പള്ളിയിലെ പഴയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ളൊരു, അത് വളരെ സന്തോഷമായിട്ട് തോന്നുവാണ്. പള്ളിയിൽ പോകണോ എപ്പോഴും അത് ഇപ്പൊ താമരച്ച പള്ളിയിൽ കുർബാന ഞങ്ങൾ ഇവിടെ കേൾക്കാം. ആ കുർബാനയ്ക്ക് ആ കുർബാന കഴിയോളും ഇറയത്തി ഞാൻ ഇരിക്കാറുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുർബാനയുടെ എല്ലാം അക്ഷരങ്ങളെല്ലാം എനിക്കറിയാം. അതുകൊണ്ട് അത് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട്. പുതിയ പ്രാർത്ഥനകൾ അറിയില്ലെങ്കിലും ആ പഴയ പഠിച്ച പ്രാർത്ഥനകളൊക്കെ അറിയാം. അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അതെ. നമുക്ക് എപ്പോഴും മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു വേദ പുസ്തകത്തിന്റെ ഒരു വാക്യം പറയാമോ? അതാ പറഞ്ഞ, പച്ചയായ പുലപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു, സ്ഥലങ്ങളിൽ എന്നെ നടത്തുന്നു. ഓക്കെ. അതൊന്നും. ഇനി മറ്റൊരു ചോദ്യം ഉള്ളത്, നമ്മൾ ഇത്രയും വർഷമായി നമ്മൾ ഇത്ര നാളും പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്ത് അങ്ങനെ നടന്നിട്ട് ഇപ്പൊ ഒരു വാർദ്ധക്യത്തിലേക്ക് പ്രായമായി നമുക്ക് മറ്റുള്ളവരുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾ നടക്കുമെങ്കിൽ കൂടിയും ഇപ്പൊ പുറത്ത് പള്ളിയിൽ പോകുന്നെങ്കിൽ നമുക്ക് പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പോകാമായിരുന്നു, ഇറങ്ങി അങ്ങ് പോകാമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് നടക്കില്ല.
ഇപ്പൊ കുറെ തടസ്സങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർദ്ധക്യം നമുക്കത് സന്തോഷമാണോ അതോ നമുക്കത് എങ്ങനെയൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നാണോ? സന്തോഷത്തോടെയാ ജീവിക്കേണ്ടത്. എന്റെ മക്കള് എന്റെ കൊച്ചു മരുമോള് എന്നെ പള്ളിയിൽ ഒരു കുർബാന അനുഭവിക്കുന്ന ഏറ്റവും ഒരു ഇഷ്ടമായിട്ടുള്ള ഒരു സന്തോഷം. അത് 40 ദിവസത്തിൽ ഒരിക്കൽ ഞാൻ പിള്ളേരോട് പറയാം, എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. എന്നും പോരാൻ എനിക്ക് പറ്റില്ല മോളെ. 40 ദിവസം എത്തുന്നതിന് മുമ്പ് എന്നെ ഒന്ന് കൊണ്ടുപോകണം, എനിക്ക് കുർബാന അനുഭവിക്കണം. അതൊരാഗ്രഹമാണ് എപ്പോഴും മനസ്സിൽ കിടക്കുന്നത്. എപ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇപ്പൊ കുർബാന എൻ്റെ മൂത്ത ആങ്ങളെ മരിച്ചിട്ട് 40 കഴിഞ്ഞിട്ട് അധികം ആയില്ല. അതിന്റെ 40-ന് പോയിപ്പോ കുർബാന അനുഭവിച്ച് ഞാൻ പോകുന്നു. അപ്പൊ ഇച്ചിരി വഴി പോയെങ്കിലും ഞാൻ മുന്നോട്ട് കടന്നിട്ട് അച്ഛനെ ഇങ്ങനെ 3 കുർബാനയായിരുന്നു. അച്ഛനെ കൈയാട്ടിപ്പോ അച്ഛൻ ഇറങ്ങി വന്നു, ഊശായ തന്നു, കുർബാന അതിങ്ങനെ സന്തോഷിച്ചു പോകുന്നു. ഇനിയിപ്പോ 1 മാസം ആവാറാണ്. ഇങ്ങോട്ട് ഇവിടെ പിള്ളേരാരെങ്കിലും പെൺപിള്ളേര് പോരുമ്പോഴല്ലേ എനിക്ക് പോരാൻ പറ്റുള്ളൂ. ഒന്ന് കയ്യെ പിടിച്ച് വണ്ടിയിൽ നിന്ന് ഇറക്കണം, വണ്ടിയായിട്ട് കയറ്റണം, അവിടുന്ന് കയ്യെ പിടിച്ച് പള്ളിയകത്ത് വരെ കൊണ്ടുവന്നു. അപ്പൊ അതൊക്കെ കാരണം എല്ലാ സമയം അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റൂലല്ലോ. അത് കാരണം ചില ദിവസങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഓർത്തുകൊണ്ട് കിടക്കണ, എപ്പോഴും ഓർത്തുകൊണ്ട് കിടക്കുമ്പോ എനിക്ക് തോന്നും. അപ്പൊ ഞാൻ അവളോട് പറയും, അപ്പൊ അവൾക്ക് സമയമുണ്ടെങ്കിൽ അവള് കൊണ്ടുപോകും. അതാ സന്തോഷം, എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നിൽക്കണേ. ഈ 94 വർഷത്തെ ജീവിതാനുഭവം, ഈ ജീവിതാനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നമ്മളൊരു പക്ഷെ ലോകം ഒരുപാട് കണ്ടിട്ടില്ലായിരിക്കും. നമ്മൾ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് പറയാൻ ഉണ്ടാവില്ല. പക്ഷെ വാർദ്ധക്യത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതാനുഭവങ്ങൾ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്ര നാളത്തെ ഈ അനുഭവത്തിനുള്ളിൽ നിന്നുകൊണ്ട് പുതിയ ഇന്നത്തെ തലമുറയോട് അമ്മച്ചിക്ക് എന്താ പറയാനുള്ളത്? ഒരു ഉപദേശമായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താ? ഉപദേശമായിട്ട് നമ്മുടെ ദൈവമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നല്ലതുപോലെ നടത്തണം. എൻ്റെ മക്കളെ 2 നേരവും ദൈവത്തിൽ ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ മക്കളെയും ദൈവത്തിൽ ആശ്രയിച്ച് എൻ്റെ മക്കൾ നല്ല രീതിയിലും നല്ല വഴിയിലും നടക്കണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് യുവാക്കൾ ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു വഴി, ഒരു പ്രധാന ഉപദേശം അത് തന്നെയാണ് അല്ലേ? അപ്പൊ ഓക്കെ, സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് ഒരു 2 വരി പാട്ടും കൂടിയും കേട്ടാലോ? ഒരു പാട്ട് പാടി. യേശുനാഥ തമ്പുരാനി ദിവ്യദാത നിന്റെ സ്നേഹം കൂടുതൽ പാടാൻ പാടില്ല, ശ്വാസം. ഓക്കെ, സന്തോഷം. ഇത് തന്നെ മതി, സന്തോഷമുണ്ട്. അപ്പൊ നമ്മള് ഇത്ര നേരം ഞങ്ങളോട് കൂടി ആയിരുന്നതിൽ സന്തോഷമുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷം, ഞങ്ങളോട് കൂടെ ഇത്ര നേരം ആയിരുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. ദീർഘായുസോടുകൂടി ആരോഗ്യത്തോടുകൂടി ആയിരിക്കാൻ തമ്പുരാൻ കനിയട്ടെ. പ്രാർത്ഥിച്ചോളാം, കുർബാനയിൽ ഓർത്തോളാം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു എപ്പിസോഡ്. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. ഇന്ന് പ്രത്യാശയോടെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.